ഇതൊരു ഇന്റർവ്യൂയോ അല്ലെങ്കിൽ ഒരു ഫോർമൽ ടോക്കോ അല്ല. നിദ റഷീദും റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുള്ളത്. റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരുടെ ജെനുവിൻ തോട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് നീങ്ങാലോ, അപ്പോൾ ഒരു വൺ ലാസ്റ്റ് ഫൈറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്ച്വലി റിപ്പീറ്റ് ചെയ്യുന്ന സമയം ഞാൻ കണ്ടത്. ഒരിക്കലും മടുത്തിട്ടാവരുത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. സംഭവിക്കാറുള്ളത് എന്തായാലും സംഭവിക്കും, ബട്ട് നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവാം. അതാണ് ഈ റിപ്പീറ്റ് കാലഘട്ടത്തിൽ നിങ്ങൾ കൂടെ ചെയ്യേണ്ടത്. റിപ്പീറ്റിംഗ് വേർത്താണോ? ഡെഫിനറ്റ്ലി വേർത്താണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് സാദ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, നിദ റഷീദും റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുള്ളത്. ഇതൊരു ഇന്റർവ്യൂയോ അല്ലെങ്കിൽ ഒരു ഫോർമൽ ടോക്കോ അല്ല, മറിച്ച് റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾ രണ്ടുപേരുടെ ജെനുവിൻ തോട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. സാദെ, എന്താണ് നിന്റെ ശരിക്കും റിപ്പീറ്റ് ചെയ്യാനുള്ള ആ ഒരു റീസൺ? ഞാൻ ബേസിക്കലി റിപ്പീറ്റ് ചെയ്ത സമയത്ത് മടിയൊക്കെ കാരണം തന്നെ എൻ്റെ ഒരു ഫുൾ എഫേർട്ട് ഞാൻ ഇടാത്ത മാതിരി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പം ഒരു ചാൻസും കൂടി കിട്ടിയാൽ എൻ്റെ ഒരു ഫുൾ എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് എൻ്റെ പൊട്ടൻഷ്യൽ അസസ് ചെയ്തിട്ട് പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് നീങ്ങാലോ. അപ്പോൾ ഒരു വൺ ലാസ്റ്റ് ഫൈറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആക്ച്വലി റിപ്പീറ്റ് ചെയ്യുന്ന സമയം ഞാൻ കണ്ടത്. ഞാൻ എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വെച്ചാൽ എനിക്ക് ഇത് വേണം, ഇതന്നെ വേണം, കൈൻഡ് ഓഫ് ഒബ്സഷൻ തന്നെ പറയാം ഈ ഒരു ഫീൽഡിനോട്. അപ്പോൾ ഈ ഒരു വർഷം കൂടി എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടാൽ, ഇപ്പോൾ സാദ് പറഞ്ഞ പോലെ തന്നെ ഞാനും എഫേർട്ട് ഇട്ടിട്ടില്ല, മടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വർഷം മാക്സിമം എഫേർട്ട് ഇട്ടാൽ എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് കിട്ടും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് റിപ്പീറ്റ് എന്ന കൺസെപ്റ്റോട് ഞാൻ ഓടിയത്. ഈ ഒബ്സഷനുള്ള എല്ലാവരും ഈ റിപ്പീറ്റ് ചെയ്യണം എന്നാണോ ഇത് പറഞ്ഞു വരുന്നത്? ഒരിക്കലുമല്ല. വെറും ഒബ്സഷൻ കൊണ്ട് നമുക്കൊന്നും നേടാൻ പോകുന്നില്ല. അപ്പോൾ ഒബ്സഷൻ മാത്രമല്ല അവിടെ വേണ്ടത്, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള സെൽഫ് അനാലിസിസ്, സ്വയം ബോധം. താൻ എന്തൊക്കെ ചെയ്തു, താൻ എന്തൊക്കെ ചെയ്തില്ല, ഈ ഒരു റിപ്പീറ്റ് കാലഘട്ടത്തിൽ തൻ്റെ അടുത്ത് പറ്റിയ തെറ്റുകൾ എന്തൊക്കെയാണ്, തൻ്റെ അടുത്ത് പറ്റിയ ശരികൾ എന്തൊക്കെയാണ്, എല്ലാം സെൽഫ് അനാലിസിസ് ചെയ്തിട്ട് ഇനിയും ഇതിലോട്ടൊരു വർഷം ഇട്ടാൽ തന്നെ കൊണ്ട് നേടാൻ പറ്റുമോ എന്നൊരു ബോധമുണ്ടെങ്കിൽ മാത്രം അവിടെയാണ് ഒബ്സഷനും അനാലിസിസും കൂടി കോപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഗോളിലോട്ട് എത്തുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ട് വിദ്യാർത്ഥികൾ, ഒരു കുട്ടി എങ്ങനെ ചിന്തിക്കുകയെന്ന് വെച്ചാൽ, ഇതൊക്കെ പഠിച്ച് ഇനി ഒന്നും കൂടിയും ഇതൊക്കെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണമല്ലോ. മറിച്ച് രണ്ടാമത്തെ കുട്ടി എങ്ങനെ വിചാരിക്കുകയെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചു, കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, എന്തൊക്കെയാണ് ആ തെറ്റുകൾ പറ്റി, എവിടെയൊക്കെയാണ് ആ തെറ്റുകൾ പറ്റി, അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം. നിങ്ങളെ മൈൻഡ് സെറ്റ് എപ്പോഴും ഈ രണ്ടാമത്തെ വിദ്യാർത്ഥിൻ്റെ മാതിരി ആവണം. ഒരിക്കലും മടുത്തിട്ടാവരുത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. എടാ സാറേ, എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഫുൾ റിപ്പീറ്റ് കാലഘട്ടത്തിൽ ഫുൾ എഫേർട്ട് ഇട്ടൊരു കുട്ടി, വാട്ട് ഇഫ് ആ ഒരു എക്സാം ഹോളിൽ അവന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല? വാട്ട് ഇഫ് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സില്ലി മിസ്റ്റേക്ക് ആയിക്കോട്ടെ, ബബിൾ ചെയ്ത് മാറിപ്പോയതായിക്കോട്ടെ, അല്ലെങ്കിൽ എക്സാം ഹോൾ സ്ട്രെസ് ആയിക്കോട്ടെ. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ നീറ്റ് എക്സാമിൻ്റെ അന്ന് ആ ഒരു എക്സാം ഹോളിൽ വെച്ചായിരുന്നു എനിക്ക് പീരീഡ്സ് ആയത്. ആൻഡ് യു നോ, ആ പെയിൻ, ആ ഒരു സ്ട്രെസ്, അതൊക്കെ ഒരു ഭയങ്കര അൺപ്രഡിക്റ്റബിൾ കാര്യങ്ങളാണ്. എക്സിക്യൂഷൻ എറർ അല്ലേ? യെസ്, എക്സിക്യൂഷൻ എറർ. വാട്ട് ഇഫ് അപ്പോൾ ആ ഒരു കുട്ടി ആ എൻ്റയർ റിപ്പീറ്റ് ടൈമിൽ എഫേർട്ട് ഇട്ടു, ഫുൾ എഫേർട്ട് ഇട്ടു, ബട്ട് സ്റ്റിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഷുഡ് ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ എ റിപ്പീറ്റ്. ആ ഒരു റിപ്പീറ്റ് കാലഘട്ടത്തിൽ നിങ്ങൾ പഠിത്തം മാത്രമല്ല, നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആവുക. വാട്ട് ഇഫ് ഈ ഒരു കാര്യം വീണ്ടും സംഭവിച്ചാലോ? ആ ഒരു ഡൗട്ട് ഉണ്ടാവും. സംഭവിക്കാറുള്ളത് എന്തായാലും സംഭവിക്കും, ബട്ട് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവുക. അതാണ് ഈ റിപ്പീറ്റ് കാലഘട്ടത്തിൽ നിങ്ങൾ കൂടെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. അവരെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം +2 കൂടെ എഴുതിയപ്പം ഒരു 130, 150 മാർക്ക് റിപ്പീറ്റ് ചെയ്തപ്പം ഒരു ഡ്രാസ്റ്റിക് അപ്വേർഡ് ട്രജക്ടറി, അതായത് ഒരു 430, ഒരു 300 അബവ് മാർക്കിൻ്റെ ഒരു ട്രജക്ടറി അവർക്ക് കിട്ടി. അപ്പോൾ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അവർ അത്രയും വലിയൊരു ട്രജക്ടറി കാട്ടിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ടൈം കിട്ടുകയാണെങ്കിൽ എന്തായാലും എനിക്ക് തോന്നുന്നത് അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നാണ്. ഇപ്പം നമ്മളൊരു മരത്തിന് വളമിട്ട് കൊടുക്കുമ്പം അത് അപ്പം തന്നെ ഫലമായിട്ട് കായ്ക്കണം എന്നൊന്നുമില്ല. ബട്ട് എന്താണ്, ഒബ്വിയസ്ലി ഒരു ഗ്രോത്ത് അവിടെ നടക്കുന്നുണ്ട്. അപ്പം ടുഡേ ഓർ ടുമാറോ എന്തായാലും ഫലം കായ്ക്കും. അപ്പം അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് ടൈം, കുറച്ചും കൂടി ഒരു എഫേർട്ടും കൂടി ഇട്ടാൽ എന്തായാലും അവർക്ക് നീറ്റ് ക്ലിയർ ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വരുന്നത്, ഡീപ്പ് റൂട്ടേഴ്സ് ആവട്ടെ, ഓപ്ഷൻ മാത്രമല്ല, എഫേർട്ടാണുള്ള ഫുൾ മൈൻഡ് സെറ്റ്, പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ കഴിഞ്ഞ വർഷം എഫേർട്ട് ഇട്ടില്ല, ഈ വർഷം എഫേർട്ടിൽ റെഡി ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്ക് കാരണം മിസ്സൗട്ടായ ആൾക്കാർ, ഇവരെല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. തെറ്റില്ല എന്ന് മാത്രമല്ല, ഇപ്പം നിങ്ങൾ
അത്രയും കോൺഫിഡൻ്റ് ആണ്, പാഷനറ്റ് ആണ്, അത്രയും എഫേർട്ട് ഇടാൻ കഴിയുന്നുള്ളൊരു 10% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ഗോ ഫോർ ഇറ്റ്. ആ ഒരു വൺ ലാസ്റ്റ് ഫൈറ്റ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ടേക്ക് എ ഡൈവേർഷൻ, ടേക്ക് എ യു ടേൺ ആൻഡ് ഗ്രോ അഗെയിൻ.